Welcome students. Today we are going to discuss methods for determining molecular weights. ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 6ന്റെ ഭാഗമാണ് characterization and stereochemistry of polymers. ഇതിൽ പോളിമർ characterization നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം molecular weights ഉണ്ട്, പിന്നെ molecular weight distribution ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് methods for determining molecular weight. അതിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെത്തേഡ്സ്, ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡ്സ് ആൻഡ് GPC ഉണ്ട്. അതുകൊണ്ട് തന്നെ മെത്തേഡ്സ് ഫോർ ഡിറ്റർമിനിങ് മോളിക്കുലർ വെയ്റ്റ്സ് 2 പാർട്ടായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇന്ന് അത് 2 പാർട്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. റെസ്റ്റ് ഓഫ് ദ ക്യാരക്ടറൈസേഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം മെത്തേഡ്സ് ഫോർ ഡിറ്റർമിനിങ് മോളിക്കുലർ വെയ്റ്റ്സ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എൻഡ് ഗ്രൂപ്പ് അനാലിസിസ് ആണ്. ഇത് നമുക്ക് തരുന്നത് നമ്പർ ആവറേജ് മോളിക്കുലർ വെയ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ സാമ്പിളിൽ അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ ബോത്ത് എൻഡ്സിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് എൻഡ് ഗ്രൂപ്പ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ലീനിയർ മോളിക്യൂൾസിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. And polymerization method which does not give any side reaction. കാരണം സൈഡ് റിയാക്ഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റിയിൽ എറേഴ്സ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എററുള്ള മോളിക്കുലർ വെയ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, നമ്മൾ എടുക്കുന്ന സപ്പോസ് കാർബോക്സിൽ ടെർമിനേറ്റഡ് ബ്യൂട്ടഡൈനും ഹൈഡ്രോക്സിൽ ടെർമിനേറ്റഡ് ബ്യൂട്ടഡൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാർബോക്സിലും ഹൈഡ്രോക്സിലും ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും എൻഡില്. സോ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ പ്രസന്റ് ഇൻ ഈച്ച് പോളിമർ സാമ്പിൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ഫങ്ഷണൽ റിയാക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഈ നമ്പർ ആവറേജ് മോളിക്കുലർ വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫങ്ഷനാലിറ്റി ഡിവൈഡ് ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈക്വലന്റ്. എന്താണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈക്വലന്റ്? അതായത് നമ്മളൊരു ഗിവൻ വെയ്റ്റ് ഓഫ് സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടോ അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇക്വലന്റ്. അപ്പോൾ ഈ 2 വാല്യൂസ് നമുക്ക് നോൺ ആണെങ്കിൽ നമുക്ക് നമ്പർ ആവറേജ് മോളിക്കുലർ വെയ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇനി ഒരു ഗിവൺ വെയ്റ്റ് ഓഫ് സാമ്പിളിൽ എത്ര നമ്പർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രസന്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഡിഫറെൻറ്റ് കെമിക്കൽ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് നമ്പർ ആവറേജ് മോളിക്കുലർ വെയ്റ്റ് ആണ് തരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓസ്മോസിസ്. ദാറ്റ് ഈസ് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൺലി 1 സ്പീഷീസ് ക്യാൻ പാസ് ത്രൂ ഇറ്റ് ആൻഡ് നോട്ട് അതേഴ്സ്. അപ്പോൾ ഓസ്മോമെട്രിയിൽ നമ്മളൊരു സെമി പെർമിയബിൾ മെമ്പറൈൻ പ്യുവർ സോൾവെന്റും സൊല്യൂഷൻ തമ്മിൽ പ്ലേസ് ചെയ്യുമ്പം solvent molecules diffuse into the solution through the membrane till the solution gets diluted. അതായത് സോൾവെന്റ് ഇന്ന് സൊല്യൂഷനിലോട്ട് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇസ് ദ പ്രഷർ വിച്ച് ഇസ് അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഇസ് റിലേറ്റഡ് ടു നമ്പർ ആവറേജ് മോളിക്കുലർ വെയ്റ്റ് യൂസിങ് ദിസ് ഫോർമുല. അത് പൈ എന്ന് പറയുന്ന ഓസ്മോട്ടിക് പ്രഷറാണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, C കോൺസെൻട്രേഷൻ ആണ്, Mn നമ്പർ ആവറേജ് മോളിക്കുലർ വെയ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പൈ ബൈ RTC വേഴ്സസ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. And when you extrapolate it to 0, that is when the concentration tends to 0, നമുക്ക് കിട്ടുന്ന ഇന്റർസെപ്റ്റ് ആണ്, വാല്യൂ ആണ് 1/mn. that is number average molecular weight. ഇനി എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു മെറ്റാലിക് ചേംബർ എടുക്കും. അപ്പോൾ ആ മെറ്റാലിക് ചേംബറിൽ 2 പാർട്സ് ഉണ്ട്. ഒന്ന് സൊല്യൂഷൻ ഫില്ല് ചെയ്യാനും ഒന്ന് ചേംബറിൽ സോൾവെന്റ് ഫില്ല് ചെയ്യാനും. അതിൽ 2 ഗ്ലാസ് കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഇത് സൈഡ് വ്യൂ ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ്.
ഓക്കെ, അപ്പോൾ ഇത് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒന്നിൽ സൊല്യൂഷൻ ഉണ്ട്, ഒന്നിൽ സോൾവെന്റ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ 2 ചേമ്പറും സോൾവെന്റ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞ് ഒരെണ്ണം നമ്മൾ എംപ്റ്റി ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ സൊല്യൂഷൻ ഫില്ല് ചെയ്യും. സൊല്യൂഷൻ ഫില്ല് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ solvent molecules through the semi-permeable membrane, they will move from solvent chamber to solution chamber. So after some time what happens, നമ്മുടെ ഈ ഗ്യാസ് കാപ്പിലറിയിൽ സൊല്യൂഷൻ ചേമ്പറിൽ ഒരു ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇറ്റ് വിൽ നോട്ട് റൈസ് എനി ഫർദർ. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതനുസരിച്ച് നമുക്ക് ഈ ഓസ്മോട്ടിക് ഹെഡ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ് നമുക്ക് മെഷർ ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ ഓരോ കോൺസെൻട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഡെൻസിറ്റി ഒക്കെ ചേഞ്ച് ആവും. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ ഓസ്മോട്ടിക് പ്രഷർ ബൈ RTC ബൈ C നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാപുലേറ്റ് ചെയ്തിട്ട് 1/mn നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ ഓസ്മോട്ടിക് ഹെഡ് ഇൻ സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്യുക, അതുപോലെ ഡെൻസിറ്റി മെഷർ ചെയ്യുക ഡിഫറെൻറ്റ് സോൾവെൻസിൻ്റെ, അത് വെച്ചിട്ടും നമുക്ക് നമ്പർ ആവറേജ് മോളിക്കുലർ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സൈഡ് വ്യൂ ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ഗ്രൂവ്സ് കാണാം. ഇത് നമ്മുടെ സൊല്യൂഷൻ്റെ ചേമ്പറാണ്, ഇത് നമ്മുടെ സോൾവെൻ്റെ ചേമ്പറാണ്. അത് കറസ്പോണ്ടിങ് 2 ഗ്ലാസ് കാപ്പിലറീസ് ആണ് നമ്മൾ മുകളിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിൽ തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്ന് സ്റ്റാറ്റിക് മെത്തേഡും മറ്റേ ഡൈനാമിക് മെത്തേഡാണ്. അപ്പോൾ സ്റ്റാറ്റിക് മെത്തേഡിൽ the 2 reservoirs containing polymer solution and pure solvent are separated by semi-permeable membrane. എന്നിട്ട് അവർ തമ്മിലുള്ള ലിക്വിഡ് ലെവൽസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആഫ്റ്റർ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. ബട്ട് ഡൈനാമിക് മെത്തേഡിൽ നമ്മൾ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ആണ്. അൾട്രാ സെൻട്രിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഹൈ മോളിക്കുലർ വെയിറ്റ് പോളിമേഴ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ കോമ്പാക്ട് പോളിമേഴ്സ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് 2 അൾട്രാ സെൻട്രിഫിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. സെഡിമെൻറ്റേഷൻ വെലോസിറ്റി മെത്തേഡും സെഡിമെൻറ്റേഷൻ ഇക്വിലിബ്രിയം മെത്തേഡും. ആദ്യം നമുക്ക് സെഡിമെൻറ്റേഷൻ വെലോസിറ്റി മെത്തേഡ് നോക്കാം. ഇതിൽ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് it is related to sedimentation coefficient. അപ്പോൾ ഈ ഇക്വേഷനിൽ S0 എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്, D0 എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്, V' എന്ന് പറയുന്നത് സ്പെസിഫിക് വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ഓഫ് പോളിമർ ആണ്, ആൻഡ് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, R ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചറുമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോളിമർ സൊല്യൂഷൻ എടുക്കുക സെല്ലിൽ, എന്നിട്ട് അത് നമ്മൾ അൾട്രാ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യാം. അൾട്രാ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യുമ്പം അതിലുള്ള പോളിമർ ബീങ് ഹെവി സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ മൂവ് അവേ ആൻഡ് അവേ ഫ്രം ദ സോൾവെന്റ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണ്. സോൾവെൻറ്റും സൊല്യൂഷൻ നമ്മളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും. അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തതാണ് നമ്മൾ നോക്കുന്നത്. ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എത്ര ഡിസ്റ്റൻസ് ആണത് മൂവ് ചെയ്തേക്കുന്നത്. വിത്ത് ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് സോൾവെൻ്റെ ബൗണ്ടറി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ആൻഡ് സൊല്യൂഷൻ്റെ ബൗണ്ടറി കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ റേറ്റ് ഓഫ് സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ ട്രാവൽ ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് നമുക്ക് സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ് ഈക്വൽ ടു സെഡിമെൻറ്റേഷൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ. ഒമേഗ ഇസ് ദ ആംഗുലർ വെലോസിറ്റി. 2 divided by x1 plus x2, where x1 and x2 is the distance of the boundary from the axis of rotation. But
നമുക്ക് മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം? നമുക്ക് S0-ഉം D0-ൻ്റെയാണ് ആവശ്യം. അപ്പോൾ നമ്മളിപ്പോൾ S മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദീസ് ടു ഫോർമുലാസ്. അതായത് S നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 1/S വേഴ്സസ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാപുലേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇന്റർസെപ്റ്റിന്റെ വാല്യൂ നമുക്ക് 1/S0 വാല്യൂ കിട്ടും. ആൻഡ് അതുപോലെ തന്നെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസ് മെഷർ ചെയ്തിട്ട് എക്സ്ട്രാപുലേറ്റ് ചെയ്യുക ടു 0 കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് D0 വാല്യൂ കിട്ടും. ഇവിടെ ഈ KS-ഉം KD എന്ന് പറയുന്നത് ദേ ആർ കോൺസ്റ്റൻസ് ഫോർ എ ഗിവൻ പോളിമർ സിസ്റ്റം. ഇനി അൾട്രാ സെൻട്രിഫിക്കേഷനിൽ സെഡിമെന്റേഷൻ ഇക്വിലിബ്രിയം മെത്തേഡ് നമ്മൾ എഴുതുമ്പോൾ ഇഫ് യു ഹാവ് എ മിക്സ്ചർ ഓഫ് സ്പീഷീസ് ഇൻ സൊല്യൂഷൻ, നമ്മളത് സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യുന്ന സമയത്ത് മോളിക്കുലർ വെയിറ്റ് അനുസരിച്ച് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ യു വിൽ ഹാവ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ സോൺസ് ആൻഡ് at equilibrium the molecules tend to diffuse into less concentrated zones. That is, നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷന് കൗണ്ടർ അപ്പോസ് ചെയ്തിട്ട് മോളിക്യൂൾസ് സെഡിമെന്റ് ചെയ്യാൻ നോക്കും. ഒരു സൈഡിൽ മോളിക്യൂൾസ് ലെസ് കോൺസെൻട്രേറ്റഡ് സോണിലോട്ട് പോകാൻ നോക്കുന്നു. ഓൺ ദി അതർ ഹാൻഡ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവർ സെഡിമെന്റ് ചെയ്യാനും നോക്കുന്നു. അപ്പോൾ ആറ്റ് ഇക്വിലിബ്രിയം ഈ രണ്ട് ഫോഴ്സസും ബാലൻസ് ഔട്ട് ആവും. അപ്പോൾ ആറ്റ് ഇക്വിലിബ്രിയം നമുക്ക് വെയിറ്റ് ആവറേജ് മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം യൂസിങ് ദിസ് ഫോർമുല 2RT ln CA/CB omega square 1 minus rho v x1 square minus x2 square. ഇതിൽ CAയും CB എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇൻ ദി സെൽസ് അറ്റ് ഡിസ്റ്റൻസസ് x1 and x2 ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു പർട്ടിക്കുലർ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രാം, സ്കീമാറ്റിക് ഡയഗ്രാം. അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്തൊരു ടൈറ്റാനിയം അല്ലെങ്കിൽ അലുമിനിയം റോട്ടർ ഉണ്ടാവും. എന്നിട്ട് ഈ റോട്ടർ ഹൈ സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോ മോട്ടർ വെച്ച് നമ്മളിത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പോളിമർ സൊല്യൂഷൻ ആരെയാണ് മോളിക്കുലർ വെയിറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിൻ്റെ സെല്ലിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യും അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. സോ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, റിഫ്ലക്റ്റിംഗ് പ്രിസം ഉണ്ട് ഇവിടെ. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ക്യാമറയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ് നമുക്ക് സെഡിമെൻറ്റേഷൻ റേറ്റ്സ് ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ആൻഡ് ഇതൊക്കെ ആക്യുറേറ്റ് ആയിട്ട് നടത്തണമെങ്കിൽ യു റിക്വയർ ഡസ്റ്റ് ഫ്രീ സോൾവെൻറ്റ്സ് വിത്ത് ലോ വിസ്കോസിറ്റി. കാരണം അത് ഹൈലി വിസ്കസ് സോൾവെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി മെഷർമെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്യും. So in this video we have completed 3 techniques, and the next video will be completing the remaining techniques. Thank you.